ഹായ് ഫ്രണ്ട്സ്, എന്താ പരിപാടി? ഇതൊരു ഈദ് വ്ളോഗാട്ടോ. ഈ വ്ളോഗ് ഡബ് ചെയ്യാനായിട്ട് ഞാൻ കുറേ ദിവസമായി നോക്കണു. ഈ ഒച്ച ഒന്ന് ശരിയായി കുറച്ച് നല്ല വോയിസ് വന്നിട്ട് ഇടാന്ന് വിചാരിച്ചിട്ട് നടക്കണില്ല. നല്ല മൂക്കടപ്പും ഒച്ചയടപ്പൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനും മോളും സ്റ്റെൻസിലൊക്കെ ഇട്ട് മൈലാഞ്ചിയൊക്കെ ഇട്ടാട്ടോ കിടന്നത്. താമസിച്ചിട്ടാട്ടോ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് വന്നത് തന്നെ. നമുക്ക് ഷോപ്പിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി. ഒരു പള്ളിയിൽ ഈദായതുകൊണ്ട് നമുക്ക് സ്വീറ്റ്സ് കിട്ടിയത് കേട്ടോ. അതാ ഇക്കായും മോനും പോയതുകൊണ്ട് അവർക്ക് കിട്ടിയ ഇതാണ്. പിന്നെ ഒരു ചെറിയ പാക്കറ്റ് മിക്സർ, ഇതാ ചോക്ലേറ്റ്, അതുപോലെ തന്നെ ഈ ബോക്സിൽ ഇത് നമ്മളൊരു സിമ്പിൾ ബീഫ് കറിയായിട്ട് ഉണ്ടാക്കണേ. ഞാൻ ഇന്നലെ വിചാരിച്ചിരുന്നു നമ്മൾ നോയമ്പിൽ കൂടുതലും പത്തിരി വാങ്ങിക്കാട്ടോ ചെയ്തത്. അപ്പോൾ ഇന്ന് എന്തായാലും പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഏകദേശം ഒരു 12:30 വീട്ടിൽ വന്നപ്പോൾ പിന്നെ കുറേ കഴിഞ്ഞാണ് ഉറങ്ങിയത്. പിന്നെ രാവിലെ എണിച്ചപ്പം ഒട്ടും പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ പത്തിരി ഒഴിവാക്കിയിട്ട് പുട്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിമ്പിളായിട്ട് ഇന്ന് നമുക്ക് വേഗം പണി കഴിക്കാനായിട്ട് ഒരു ബീഫ് കറിയായിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ 2 സവാള ഒന്ന് വഴറ്റിയെടുത്തു, അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇത് സമയമില്ലെങ്കിൽ വഴറ്റിയില്ല എന്നോർത്തും കുഴപ്പമില്ല കേട്ടോ. ബീഫ് ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇളക്കിയാൽ മതി കേട്ടോ. ഒരുപാട് വഴുന്നേരം വേണ്ട. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ആ പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊരു അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മസാലകളൊക്കെ ഒന്ന് എണ്ണയിൽ ചൂടാക്കി എടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയൊക്കെ. പക്ഷേ ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. മഞ്ഞൾപ്പൊടിയുടെ കാര്യം മറന്നുപോയി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണത്. എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ചീനച്ചട്ടി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ബീഫ് ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മസാല ബീഫിൽ പിടിക്കുന്ന രീതിയിൽ. സവാള വഴന്നില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഈ ബീഫിൽ ഈ മസാല നല്ലപോലെ ഒന്ന് പിടിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് വെന്ത് വരട്ടെ. പിന്നെ ഞാനൊരു പായസം ഉണ്ടാക്കിയിട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളവർ ഈദ് ആഘോഷിക്കുന്നുണ്ടെങ്കിലും അവർക്ക് 50 നോമ്പൊക്കെ അല്ലേ, ഈസ്റ്ററിൻ്റെ ഒക്കെ. അപ്പോൾ അവർക്ക് നോൺ വെജ് കഴിക്കില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് കൊടുക്കാനായിട്ട് പായസം ഉണ്ടാക്കി. അങ്ങനെ ബീഫ് കറിയും ചൂടൻ പുട്ടും ഒക്കെ കഴിച്ചു വിട്ടാ. പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ ഇത് തൊട്ടടുത്തുള്ള കുട്ടികളുണ്ടല്ലോ, അവർക്ക് പായസം കൊടുത്താലും സ്വീറ്റ്സൊക്കെ കൊടുക്കുമ്പോഴല്ലേ അവർ ഭയങ്കര ഹാപ്പി ആവണേ. അപ്പോൾ അവർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോൺ വെജ് കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടോ. ഇത് ബാലൻസ് കൊടുത്തത് കഴിഞ്ഞ് ബാലൻസ് ആയിട്ടുള്ള ബിരിയാണി കേട്ടോ. ഞാൻ കൊടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കത്തില്ല. അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴ വീട്ടിലേക്ക് പോകാട്ടോ. നമ്മൾ ചെന്നിട്ട് വേണം നാത്തൂനും കുട്ടികൾക്കും പോകാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് താമസിക്കാതെ പോന്നു. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിലും പോകണമല്ലോ. അതുകൊണ്ട് നമ്മൾ തിരക്ക് പിടിച്ചു പോന്നു. വീട്ടിൽ വന്നപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം. അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിച്ചു, ബിരിയാണിയൊക്കെ കഴിച്ചു. ഇനി കുട്ടികളും നാത്തൂരും പോകാനായിട്ട് നിൽക്കുക കേട്ടോ. ബ്രദർ പുറത്താണ്, ഉപ്പിച്ചയും എൻ്റെ മോനും കൂടി കേട്ടോ ഇവരെ കൊണ്ടുവന്ന് വിട്ടത്. അങ്ങനെ അവർ പോയി. ഇനിയിപ്പോൾ ഒരു രസം ഉണ്ടാവില്ല. നമ്മൾ കുട്ടികളുള്ളപ്പോഴാട്ടോ രസമുള്ളൂ, ഒച്ചയും ബഹളമൊക്കെ ആയിട്ട്. ഉമ്മ വൈകുന്നേരത്തേക്കായിട്ട് നല്ല കപ്പയും കൂർക്കയും ബീഫൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു പെരുന്നാൾ വിശേഷം. എന്തോ നമുക്ക് പ്രായം ആയി വന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ ആഘോഷങ്ങൾ കുറഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, പെട്ടെന്നൊരു പെരുന്നാൾ വന്നു പോയ പോലെ ഉണ്ട്. ബ്രദർ പുറത്തായതുകൊണ്ട് യുദ്ധവും അതിൻ്റെ ടെൻഷനൊക്കെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത കുഞ്ഞു വിശേഷങ്ങളും ഈസി റെസിപ്പീസായിട്ട് കാണാം. താങ്ക് യു. ബൈ.